ഒന്ന് നിൽക്കണേ. നിന്നു. ഇവിടുത്തെ വില്ലേജ് ഓഫീസ് എവിടെയാ? നേരെ അങ്ങ് പോയാ മതി. അയ്യോ, ആ എന്താ? നേരെ പോയാ താഴെ വീഴില്ലയോ? ആ അത് നേരാണല്ലോ. ആട്ടെ, സാറേതാ? ഞാൻ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസറാ. ഓഹോ, വില്ലേജ് ഓഫീസിലേക്കുള്ള വഴിയാണ് അറിയേണ്ടത് അല്ലേ? അതെ. നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോയി വീണ്ടും ഇടത്ത് തിരിഞ്ഞാൽ ഒരു കുളമുണ്ട്. അവിടുന്ന് പടിഞ്ഞാറോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് തെക്കോട്ട് പോയി ഇടത്ത് തിരിഞ്ഞ് വലത്തേക്ക് പോകുമ്പോ ഒരു മാടക്കടയുണ്ട്. അവിടെ ചോദിച്ചാൽ പറഞ്ഞുതരും വില്ലേജ് ഓഫീസ് എവിടാണെന്ന്. മനസ്സിലായോ? ചേട്ടാ, ആള് കൊള്ളാമല്ലോ. തെക്കോട്ടും വടക്കോട്ടും നമ്മളെ ഒരു തിരിച്ചിട്ടാണല്ലോ പോയത്. ആ പിന്നെ ഞാനും കരം കെട്ടാനാ വന്ന് നിൽക്കുന്നത്. അയ്യോ, എന്നാലോ നേരത്തെ പറയണ്ടേ? എന്താ പറയാൻ? ഇവിടെ കരം കെട്ടാനല്ലാതെ പിന്നെ കാപ്പ് കുടിക്കാനാണോ വരുന്നത്? രാവിലെ വെറുതെ ചൂടാകാതെ സാറേ, ഇങ്ങ് തന്നാട്ടെ. ഇതാ കഴിഞ്ഞ വർഷത്തെ കരമടച്ച രസീത്. പേരെന്താ? ലക്ഷ്മി അമ്മ. താമസം? വീട്ടിൽ. വയസ്സ്? 46. 46 കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. 6 രൂപ 40 പൈസ ചില്ലറ ഉണ്ടോ? കൊണ്ടുവരണമെന്ന് നിയമമുണ്ടോ? ഉണ്ടോ? കയ്യും തലയും പുറത്തിടരുത്, ചില്ലറ കൊണ്ടുവരണം. വായിച്ചിട്ടില്ലയോ? എന്നാ നാളെ വരാം. അയ്യോ പോരേ, ഞാൻ നോക്കട്ടെ ചില്ലറ ഉണ്ടോന്ന്. ചിലപ്പോ കാണും. വേഗം വേണം, എനിക്ക് കോളേജിൽ പോണം. കോളേജ്? വയസ്സ് 46 പറഞ്ഞു. അത് അമ്മയുടെയാ. അത് ശരി. അപ്പൊ കുട്ടിയുടെയോ? പേര് പറഞ്ഞാലേ ചില്ലറ തരത്തുള്ളൂ. അങ്ങനൊന്നും ഇല്ല. തുളസി എന്നാ സാറേ അവിടെ പേര്. അവളും ഞാനും മാത്രമേ ഉള്ളൂ. ഇതാ അവള് വരുന്നുണ്ടല്ലോ. മോളെ, ഇതാ ഇവിടുത്തെ പുതിയ വില്ലേജ് ഓഫീസർ. കരം കെട്ടാൻ ചെന്നപ്പോ കണ്ടു. അയ്യോ, തുളസിയായിരുന്നു കരം കെട്ടാൻ വന്നേ? അല്ല, എന്റെ അമ്മയാ. അയ്യോടി മോളെ, ഞാനെങ്ങും പോയി. സാർ എവിടെയാ താമസിക്കുന്നത്? പഴയ വില്ലേജ് ഓഫീസറുടെ വീട്ടിലാണ്. ഒരു വലിയ വീട്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെയാ താമസിക്കുന്നതെന്നാ ഓർക്കുന്നത്. എന്നാലേ കൂടെ ആരെങ്കിലും താമസിപ്പിച്ചുകൂടെ? ശ്രമിക്കുന്നു. വരണ്ടേ? സാറേ, അവൾ അങ്ങനെ ഒരു വായാടിയാ. എനിക്കത് ഇഷ്ടമാ. എനിക്കിഷ്ടമല്ല. ഞാനും ആ വഴിക്ക പുറകിലൊരു സീറ്റ് വഴി കൊണ്ട് കോളേജ് പഠിക്കൽ ഇറക്കി തരാം. വേണ്ട, ഞാൻ ബസ്സിലേ ഉള്ളൂ. അയ്യോ, ബസ്സിനെക്കാട്ടി സുഖം ഇതാ. എനിക്ക് സുഖം ബസ്സാ. മറ്റാരെയും ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. ഒന്ന് നിർബന്ധിച്ച് നോക്കണം. തുളസിയാ എന്റെ മനസ്സിൽ. എന്റെ മനസ്സിൽ സുവോളജിയാണ്. അപ്പോഴേ സാറേ ഒന്ന് നിൽക്കണേ. ഈ സുവോളജിയിൽ മഴയ്ക്ക് എന്താ പറയുന്നത്? കുന്തം. എന്നാൽ ആ കുന്തം ഇപ്പൊ പെയ്യും, അത് കഴിഞ്ഞു പോവാം. അതുവരെ ഇവിടെ ഇരിക്കാം. ഇവിടെ വേറെ ആരുമില്ല. അറിയാം. അല്ല, പോവാണോ? അതെ, മഴ വരുന്നതിന് മുമ്പ് വീട്ടിലെത്താം. അയ്യോ, വീട്ടിലെത്തുന്നതിന് മുമ്പ് മഴ വരും. ഞാൻ കുട വരാം. വേണ്ട. വലിയ സ്റ്റാർ വാലി ഒന്നും കാണിക്കില്ല. അവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. ഓ, ഇതാണോ കുട? ഓ, ഇതൊക്കെ മതി. എണ്ണോ വളയുന്നില്ല. പിന്നെ കുടയെങ്കിലും ഒന്നുമില്ല. ദേവി, മഴ എന്നും പെയ്യിക്കണേ. കോളേജിൽ നിന്ന് പെൺകുട്ടി എന്റെ വീട്ടുപടിക്ക് വരുമ്പോ മാത്രം മഴ പെയ്യിക്കണേ. ആ കുട്ടി തുളസിയായിരിക്കണേ. കൂട്ടത്തിൽ ആരും ഉണ്ടായിരിക്കരുതേ. കയ്യിൽ കുട കാണരുതേ ദേവി. ഞാൻ എന്ത് ചോദിച്ചാലും തർക്കുത്തരം പറയുന്നത് നിർത്തണേ ദേവി. ആ കുട്ടിയെ കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിപ്പിക്കണേ ദേവി. എന്റെ പുറകെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? വഴിയല്ലേ, എല്ലാവർക്കും നടക്കാവല്ലേ. എന്നാ മുമ്പോട്ട് കയറിപ്പോയിക്കോളൂ. അല്ല, ഈ പെണ്ണുങ്ങളുടെ ഉപദേശം വഴിതെറ്റിക്കുന്ന പ്രണാമം അല്ല, പ്രമാണം. പെണ്ണുങ്ങളുടെ പുറകെ നടക്കാം അല്ലേ? എന്നാ വേണ്ട, ഒപ്പം നടക്കാം.
എന്തൊരു ശല്യമായത്. എന്റെ ചോട് വെച്ച് നടക്കാൻ മുമ്പോട്ട് കയറി നടന്നൂടെ? അങ്ങോട്ടിരുന്നോട്ട്. മോളെ തുളസി, സാറിന് ചോറ് കൊടുക്ക. അമ്മ ഈ അരി ഒന്ന് എടുത്തോണ്ട് വരും. ഇതെന്താ, ഉണ്ണുന്നില്ലേ? ഓ, ദിവസവും ഞാൻ വരുമ്പോ അമ്മ ഇങ്ങനെ അരിയിടിക്കാൻ പോയിരുന്നെങ്കിൽ എങ്കിൽ തുളസിയുടെ ഈ കൈകൊണ്ട് വിളമ്പുന്ന ഉണ്ണാമല്ലോ. കുറച്ച് വെള്ളം. കുറച്ച് സാമ്പാർ. ഇതെന്ത് മര്യാദയാ സാറേ? ഒരാൾ ഉണ്ണുമ്പോ അടുത്ത് നിൽക്കണ്ടേ? അതിന് വേറെ ആളെ നോക്കണം. ആ സാറിനെ കാണുമ്പോഴൊക്കെ നിനക്ക് വഴക്കാണല്ലോ. അവിടെ നിന്ന് ആ സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേ. ആ കേട്ടോ, ഇനിപ്പിനെന്ത് ഭംഗി! ഇപ്പോ അതിലേറെ ഭംഗി. അല്ല, ബസ് കാത്ത് നിൽക്കുകയാണോ? ഇത് കയറിക്കോ, ഞാനും അങ്ങോട്ടാ. വേണ്ട, ബസ് ഇപ്പൊ വരും, ഞാൻ അതിൽ പൊക്കോളാം. എന്താ തുളസി ഇത്? എന്നോട് ഇത്ര വെറുപ്പ് വന്നാൽ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു വെറുപ്പുമില്ല. പിന്നെന്താ, ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നു. ഇതിന്റെ പുറയിലാണെങ്കിൽ ഒരാൾക്കിരിക്കാനുള്ള സ്ഥലവുമുണ്ട്. ബസ്സാണെങ്കിൽ എപ്പോ വരുമെന്നൊട്ട് അറിയുകയുമില്ല. കേറ് തുളസി. കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേര് ഇത്ര ശയ്യാവാൻ പാടില്ല. വേണ്ട, ആരെങ്കിലും ഒക്കെ കണ്ടാൽ. ആര് കണ്ടാലെന്താ? നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഉറങ്ങുന്നു. ഒന്നിച്ചുറങ്ങുന്നോ? സോറി, ഉറങ്ങാൻ ശ്രമിക്കുന്നു, അല്ല ക്ഷണിക്കുന്നു. വന്നാട്ടെ പ്ലീസ്. എന്നെ എങ്ങും കൊണ്ടിടരുത്. ഇല്ല, കേറിയാട്ടെ പ്ലീസ്. ആ ഇതാ ബസ് വന്നു, ഞാൻ അതിൽ പൊക്കോളാം. ദാരിദ്ര്യം പിടിച്ചൊരു ബസ്, അതിന് വരാൻ കണ്ടൊരു നേരം. അത്യാവശ്യമായിട്ട് എവിടെങ്കിലും പോകാനാണെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിന്നാലും വരികയല്ല. വല്ലവനെ നശിപ്പിക്കാനാണ് കൃത്യമായിട്ട് വന്നോളും. ഞാൻ എന്ത് കഷ്ടപ്പെട്ടതാ. കേറാൻ തുടങ്ങിയതായിരുന്നു. ആ എടാ ബസ്സേ, നീ എന്നെ വെട്ടിച്ചിട്ട് വന്നു പറ്റിയോ? ഇപ്പൊ എന്തായി? കേറിയാട്ടെ, ബ്രേക്ക് ഡൗൺ അല്ലയോ? എനിക്കറിയാം, ഇത് സാധാരണയാ. കേറ.
നിർത്തണം. ഇതെന്താ കുഴി കാണുമ്പോഴൊക്കെ അത് ചാടുന്നത്? ഓ, ഇവന് രാഷ്ട്രീയ പ്രസംഗി. സ്കൂട്ടറോ അതോ ഓടിക്കുന്ന ആളോ? യഥാതന്ത തഥാപിള്ള. അമ്മേ, ഇത് ഇന്റർവ്യൂവിനുള്ള കാർഡാ. നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത്. എങ്ങനെ പോകും മോളെ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, കാർഡ് അയച്ചിട്ട് ദിവസങ്ങളായി. നമുക്ക് കിട്ടിയത് ഇന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഒരു വഴി? മോൾ ഒറ്റയ്ക്ക് പോകാമോ? ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മേ? ഞാൻ ആദ്യമായി പോവുകയല്ലേ. അത് ശരിയാ. ഞാൻ കൂടെ വരാമെന്ന് വെച്ചാ ഇത് പൂട്ടിയിട്ടാം. പൂട്ടിയിട്ടാ പതുകാരെല്ലാം പട്ടിണിയാവും. തന്നെയുമല്ല, ഞാൻ വന്നിട്ട് എന്ത് പ്രയോജനം? 2 പെണ്ണുങ്ങളും കൂടെ തിരുവനന്തപുരം പട്ടണത്തിൽ എന്തോ ചെയ്യാനാ? എന്താ അമ്മയും മോളും കൂടെ ഗൂഢാലോചന? എന്റെ സാറേ, എവക്കൊരു ഇന്റർവ്യൂ അങ്ങ് തിരുവനന്തപുരത്താ. കൂടെ പോവാൻ ആരുമില്ല. അതിനെന്താ, ഞാൻ വേണമെങ്കിൽ പോവാമല്ലോ. അല്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. പിന്നെ തിരുവനന്തപുരം ആവുമ്പോ എനിക്ക് നല്ല പരിചയമാണ്. കാർഡിങ്ങനെ നോക്കട്ടെ. ഇത് വില്ലേജ് ഓഫീസിലെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണല്ലോ. അല്ല, അവിടെയുള്ള മിക്കവരും എന്റെ പരിചയക്കാരാ. സാറിനെ എന്താ വിശ്വസിച്ചാല്? സത്യം പറയാമല്ലോ, ഞാൻ സാറിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. സാറിനെ പോലെ ഇതിന് പറ്റിയ ഒരാള് വേറെയില്ല. എന്താ മോളെ? എന്നാ ഉടനെ തന്നെ ഒരു കാറ് പിടിച്ചു പോവാം. രാവിലെ ഇവിടെ എത്തണ്ടേ? തുളസി ഒരുങ്ങിക്കോളൂ. വലിയ സ്പീഡൊന്നും വേണ്ട. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി. എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പുതിയ ഒരെണ്ണം വാങ്ങണം. 10-15 മൈൽ ദൂരം പോകണം വാങ്ങണമെങ്കിൽ. കുഴഞ്ഞോ? ഇനിയിപ്പോ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാന്? എന്ത് പറ്റി? ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയി. ഇതുവഴി ഇനി ബസ്സൊന്നുമില്ലല്ലോ. ഡ്രൈവർ കയറിക്കോളൂ. ഞാൻ പോകുന്ന വഴിക്ക് ടൗണിൽ ഇറക്കാം. വല്ല ലോറിയോ കാറോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാമല്ലോ. എന്തായാലും അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അതാ അവിടെ ഒരു TV ഉണ്ട്, അവിടെ പോയി വിശ്രമിക്കാം. മുറി ഒന്നും ഒഴിവില്ല സാർ. ആകെ 2 മുറിയേ ഉള്ളൂ. ഒന്ന് ലൈസൻസ് എഞ്ചിനീയറാ, മറ്റേത് എന്റെ മോനും മരുമോളുവാ. ഇന്നലെ ആയിരുന്നു കല്യാണം. എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ വിളിച്ചിട്ട് അവൻ ഇങ്ങോട്ട് പോകുന്നു. പുതുമോടിയല്ലേ, അല്പം ജാലിയായിരിക്കട്ടെ എന്ന് കരുതി. ഓ, അത് സാരമില്ല, ഞാൻ ആ മുറി ഒഴിച്ചു തരാം. അത് വേണ്ട കേശവപിള്ളേ, അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഓ, അത് സാരമില്ല, സാറ് വന്നാട്ടെ. വാ. വന്നാട്ടെ. ഇതാണ് സാറേ എന്റെ മോൻ. ഇത് മരുമോൾ. മോനെ, ഇതാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് രവി സാർ. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഈ സാറ് നിമിത്തം. മോനൊരു കാര്യം ചെയ്യും, ആ ഔട്ട് ഹൗസിൽ കിടന്നു സാർ നീ മുറി കൊടുക്കാം. ശരി അച്ഛൻ. ഞാനും പോണു സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കണേ. തുളസി ഇവിടെ കിടന്നുള്ളൂ, ഞാൻ വേണേ പുറത്താ. അത് വേണ്ട. സാർ
സാറ് കിടന്നോളൂ, ഞാനിവിടെ നിന്നോളാം. ഓ, അതെങ്ങനെ ശരിയാകും? ഒരു പെൺകുട്ടിയെ വെറുതെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അത് സാരമില്ല, ഞാനിവിടെ വെറുതെ തന്നെ നിന്നോളാം. ആ, എന്നാ ഞാനും ഇവിടെ നിന്നോളാം വെറുതെ. കാട്ടിൽ വെറുതെ കിടക്കുന്നു. ഇല്ലാത്ത മുറി കേശവള്ള ഉണ്ടാക്കി തന്ന രണ്ടുപേരും സുഖമായിട്ട് കിടന്നോട്ടെ എന്ന് വെച്ചു. ഒറ്റയ്ക്ക് പോയി സുഖമായിട്ട് കിടന്നു. ഒറ്റയ്ക്ക് എന്തൊരു സുഖമാ! ഓ, എന്തൊരു തണുപ്പ്! നല്ല തണുപ്പ്. തുളസിക്ക് തണുപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ആ, ആ ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ലോകത്തിലൊരു പുരുഷനും ഒരു സ്ത്രീയെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഗർഭിണിയായി. ശപിക്കപ്പെട്ട ആ നിമിഷങ്ങൾ എന്റെ ജീവിതം തിരുത്തിക്കുറിച്ചു. അപ്പോഴും അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു. നീ എന്തിനു വിഷമിക്കുന്നു? സ്നേഹബന്ധത്തിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ. പക്ഷെ അമ്മ, സമുദായം, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? നിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും ചുമതലപ്പെട്ടൊരു പുരുഷനുണ്ട്. ആ ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നീ അമ്മയാകുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണം. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. നമുക്ക് നാളെ ഒരു ഡോക്ടറെ കാണാം. വേണ്ട. ആദ്യത്തെ കുഞ്ഞ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വത്താണ്. ഞാൻ വരില്ല. ഞാനിതിനെ പ്രസവിക്കും, വളർത്തും. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി നമ്മുടെ വിവാഹം നടത്താം. എന്താ?